നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ലോലോലിക്ക അച്ചാറാണ്. ഇപ്പോൾ ലോലോലിക്കയുടെ സീസണാണ്. അപ്പം ഈ ഒരു ടൈമിൽ ഇതിൻ്റെ അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാം. ഞാനിവിടെ കുറച്ച് ലോലോലിക്ക എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ വീട്ടിലുണ്ടായതാണ്. ഇപ്പോൾ പറിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് നല്ല ഫ്രഷ് ആണ്. ചിലർ ഇതിനെ ലവലോലിക്ക, ലൂബിക്ക എന്നൊക്കെ പറയാറുണ്ട്. ഇത് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്തത് 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എടുത്തിട്ടുള്ള ലോലോലിക്കയുടെ അളവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലോലോലിക്ക ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ലോലോലിക്ക ഉണ്ടെങ്കിൽ ഇതേപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.